ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, നമുക്ക് റാ എന്ന അക്ഷരം കൊണ്ടൊരു ചിത്രം വരയ്ക്കാം. ആദ്യം തന്നെ കുറേ കുഞ്ഞി റാകൾ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് വലിയൊരു റാ വരച്ചു കൊടുക്കുക. എന്നിട്ടോ 2 സ്റ്റാൻഡിങ് ലൈൻ, എന്നിട്ടൊരു കേവും വരച്ചു കൊടുക്കുക. എന്നിട്ട് സ്വിച്ചിന് വേണ്ടിയിട്ട് ചെറിയൊരു ഡോട്ട് വരച്ചു കൊടുക്കുക. അംബർലയുടെ മുകളിൽ ചെവി പോലെ 2 റാകൾ വരച്ചു കൊടുക്കുക. എന്നിട്ടോ 2 ഐസും ഒരു സ്മൈലിയും. ഹായ്, റാ എന്ന അക്ഷരം കൊണ്ടുള്ള കുട റെഡിയായല്ലോ. ഇനി നമുക്ക് ഈ അംബർല കളർ ചെയ്ത് മനോഹരമാക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഉപയോഗിച്ച് റാ എന്ന അക്ഷരം കൊണ്ടുള്ള ഈ പോപ്പിക്കുടയൊന്ന് കളർ ചെയ്തേ. ഹായ്, എന്തൊരു ഭംഗി! എല്ലാവരും റാ എന്ന അക്ഷരം വരച്ച് അതുകൊണ്ടൊരു പോപ്പിക്കുട വരയ്ക്കില്ലേ? ഓക്കെ ചിൽഡ്രൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഉപയോഗിച്ച് റാ എന്ന അക്ഷരം കൊണ്ടുള്ള കുട വരയ്ക്കാം. എല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ ഇഷ്ടമല്ലേ? കളർ ചെയ്യാനും ഇഷ്ടമാണ് അല്ലേ? എങ്കിൽ ടീച്ചറിൻ്റെ കൂട്ടുകാരെല്ലാവരും റാ എന്ന അക്ഷരം കൊണ്ട് ഒരു അംബർല വരച്ച് കളർ ചെയ്യണം കേട്ടോ. റാ എന്ന അക്ഷരം കൊണ്ട് മറ്റൊരു ചിത്രം വരയ്ക്കാം. ആദ്യം തന്നെ സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക, അത് ജോയിൻ ചെയ്യുക. എന്നിട്ട് 2 സ്ലാൻഡിങ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് നിറയെ സ്ലാൻഡിങ് ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എല്ലാവരും വരച്ചേ? യെസ്. എന്നിട്ടോ ഒരു ബിഗ് റാ വരയ്ക്കുക. ഹായ്, ഐസ്ക്രീം. എന്നിട്ട് ഐസ്ക്രീമിനെ സുന്ദര കുട്ടപ്പനാക്കാൻ വേണ്ടി ഒരു ചെറിയും ഒരു സ്റ്റിക്കുമൊക്കെ വരച്ച് അടിപൊളിയാക്കാം. ഇനി നമുക്ക് ഈ റാ കൊണ്ടുള്ള ഐസ്ക്രീം കളർ ചെയ്യണ്ടേ? യെസ്. എല്ലാവരും നിങ്ങൾക്കിഷ്ടപ്പെട്ട കളറിലുള്ള ക്രയോൺസ് എടുത്ത് ഐസ്ക്രീം കളർ ചെയ്യണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, സീ യു നെക്സ്റ്റ് ക്ലാസ്.